അപ്പോഴേ ഇന്നുള്ളത് നമ്മുടെ ഈ ആലത്തൂർ ഭാഗമാണ്. ആലത്തൂർ ഇരട്ടക്കുളം സിഗ്നലിൻ്റെ ഭാഗത്ത് നിന്ന് വരാം. അതല്ല ആ, നമ്മുടെ സ്വാതി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വാനൂർക്ക് പോകുന്ന ആ ഭാഗത്ത് കൂടെ അങ്ങനെയും വരാം. അങ്ങനെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ ഭാഗത്തുള്ള ഒരു 9 സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ ഒരു ഓടിട്ട വീടും. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് 17.5 ലക്ഷം രൂപയാണ് കേട്ടോ. വില ആദ്യം പറഞ്ഞിട്ട് അതിന് താല്പര്യമുള്ളവർ കണ്ടാൽ മതിയല്ലോ. സ്ഥലത്തിൻ്റെ വിലയെ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിന് ഒരു 2 ലക്ഷം രൂപ ഏകദേശം മാർക്കറ്റ് വിലയുള്ളൊരു ഭാഗം. മുൻവശമൊക്കെ ഏക്കർ കണക്കിന് നെൽപ്പാടമായിട്ടുള്ള ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ഒരു 3 തെങ്ങുകളുണ്ട് കേട്ടോ. നല്ലതുപോലെ കായ്ക്കുന്ന വീട്ടാവശ്യത്തിനായിട്ടുള്ള. കാരണം ഇപ്പോൾ നാളികേരത്തിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളികേരം ഈ ഒരു കുടുംബത്തിൽ താമസിക്കുന്നവർക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഒരു 3 തെങ്ങ് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. ഇതിന് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു 35 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 9 സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായിട്ടുള്ള ഈ വീടിനും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത് 17.5 ലക്ഷം രൂപ. ചെറിയ രീതിക്ക് എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുൻവശമൊക്കെ ഉള്ള. ഇപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള 1-ാം പകല് കൃഷി കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2-ാം പകലിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നെൽപ്പാടങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇരട്ടക്കുളം ഹൈവേയുടെ ഭാഗത്തു നിന്നും ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനടുത്തായിരിക്കും ദൂരം വരിക. അപ്പോൾ ടാറിംഗ് റോഡ് തന്നെയാണ്. അപ്പോൾ ആലത്തൂരിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഇവിടെ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും കേട്ടോ. 3-3.5 കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടാവും. നമ്മുടെ ഈ അസീസിയ ഹോസ്പിറ്റലിലേക്ക്, അവിടെ ഒരു പാലക്കാട് ജില്ലയിലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം ഈ വീടിൻ്റെ അവിടെ നിന്ന് വരും. അപ്പോൾ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് വാങ്ങിയിടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വീടും പറമ്പുമാണ്. നിലവിൽ ഇപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. എത്ര വാടകയെന്ന് ഞാൻ ചോദിച്ചില്ല. നിലവിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ ഈ പണിക്കാരാണ്, ഈ ട്രാക്ടർ കണ്ടം പൂട്ടാനൊക്കെ പോകുന്ന പണിക്കാർ, അവർ ഈ സീസണായിട്ട് അങ്ങനെ വന്നതാണ്. അത് കഴിഞ്ഞാൽ അവർ പോകും. അപ്പം നമുക്ക് വാങ്ങി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ല വാങ്ങി നമുക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് താമസിക്കാം. ഒരു 3-4 മുറികളുണ്ട്. ചെറിയ ചെറിയ മുറികളാണെങ്കിലും 3-4 മുറികളുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നിലമൊക്കെ ഇതുപോലെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈൽസ് ഇട്ടിട്ട് നല്ല നിലമൊക്കെ നല്ല വൃത്തിക്ക്. ചുമരിൻ്റെ പറയത്തക്ക രീതിക്കൊന്നും ചുമരിൻ്റെ ഭാഗങ്ങളിൽ പൊട്ടലോ വിള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതുപോലെ മുകളിൽ കഴുക്കോലും പട്ടികയൊന്നും വലിയ ചെതലോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നും ഇല്ല കേട്ടോ. ഇതൊരു മുറിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് തന്നെയായിട്ട് ഒരു ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിന് ഇപ്പോൾ നിലവിൽ ഇതിൽ വെള്ളത്തിൻ്റെ കണക്ഷൻ എന്ന് പറയാനായിട്ട് പൈപ്പ് കണക്ഷനാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു കിണർ കുഴിക്കുവാണെങ്കിലോ ബോർവെൽ അടിക്കുവാണെങ്കിലോ ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു പ്രദേശമാണ്. കാരണം മുൻവശമൊക്കെ നെൽപ്പാടം ആയതുകൊണ്ട് എപ്പോഴും വെള്ളത്തിന് തൊട്ടടുത്ത നെൽപ്പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്തൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമം വരില്ല. അപ്പോൾ ഇത് വാങ്ങിയിട്ടിട്ട് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ കയറി താമസിക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ. അതുകൊണ്ട് ഇവിടെ തട്ടിടാൻ ഭാഗത്തിന് അവർ അങ്ങനെ പണ്ട് കാലത്ത് അതങ്ങനെ ക്രോസ് ചെയ്ത് മരത്തിൻ്റെ കട്ടൻസ് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കാലം കഴിഞ്ഞ് തട്ടിപ്പൊളിച്ച് നല്ലൊരു വീട് പണിയണമെങ്കിൽ, പാടം ഫ്രണ്ടേജായി കിടക്കുന്ന ഭാഗത്ത് നല്ലൊരു വീട് പണിയണമെങ്കിൽ അതിനൊക്കെ ഉതകുന്ന രീതിക്കുള്ള നല്ല മനോഹരമായിട്ടുള്ള ഏരിയയിലാണ് ഈ വീടും സ്ഥലമുള്ളത്. വീടിന് അവർ വില പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഈ 9 സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് 2 ലക്ഷം രൂപ പ്രകാരം 18 ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു 17 ഫൈനൽ കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ 17.5 ലക്ഷം രൂപ വില പറയൂന്ന് പറഞ്ഞു. ഈ 17 നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് കുറച്ച് ചോദിക്കാം. എന്ന് വെച്ചാൽ 15 കിട്ടില്ല, അത് കൺഫേമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കണ്ടില്ലേ, ആലുവ പുകയില്ലാത്തൊരു വീടിൻ്റെ ഓട്ടുപുര വീടായതുകൊണ്ട് വീട്ടിലേക്കൊന്നും പുകയടിക്കാത്ത രീതിക്ക് ഒരു അടുപ്പൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാകെ ഒരു 2-3 കണ്ടമൊക്കെ കൃഷിപ്പണിക്കായിട്ട് ആവശ്യമായിട്ടുള്ള വന്ന ആൾക്കാർ, കണ്ടം പൂട്ടാൻ വേണ്ടി വന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു വീട് മാത്രമാണ്, വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇതിൽ 2-3 മുറികളും ഒരു വലിയൊരു ഹാള്, അതുപോലെ ഇടനാഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സൗകര്യം, ചെറിയൊരു ഫാമിലിക്കൊക്കെ സുഖമായി വന്ന് താമസിക്കാം. ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വേറെ പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും ഈ വീട്ടിൽ കണ്ടില്ല കേട്ടോ.
അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ മുറ്റം മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് ഇവർക്ക് കണ്ടവും കളവൊക്കെ ഉള്ള സമയത്ത് നെല്ലൊക്കെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് മുറ്റം ഭാഗമൊക്കെ അവർ കോൺക്രീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു വിറക് പുര പുറകിലേക്ക് ഇപ്പോൾ പുതിയതായി എടുത്തതാണ്. എന്ന് വെച്ചാൽ അതിൽ 2-3 തെങ്ങേ ഉള്ളെങ്കിലും അത് നാളികേരോ കിട്ടി കഴിഞ്ഞാൽ അത് കൊണ്ടിടാനോ അതല്ലെങ്കിൽ കുറച്ച് വിറകോ മറ്റോ ഒക്കെ വാങ്ങി സംഭരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പുതിയതായിട്ട് സൈഡിലേക്ക് ഇറക്കിയതാണെന്നാണ് പറഞ്ഞത്. അതിൽ മുകളിൽ നല്ല പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വീട് കാഴ്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ചുറ്റും കോമ്പൗണ്ടും കാര്യങ്ങളും മതിലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 35 മീറ്ററോളം നമുക്ക് നിലവിൽ ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പിന്നെ ചുറ്റുഭാഗത്തുള്ള കമ്പിവേലി അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. വില ഞാൻ ഒരിക്കൽ കൂടെ പറയാം, കാരണം വീഡിയോ ഫുള്ളായി കാണാതെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടി വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ഈ 9 സെൻറ്റ് സ്ഥലത്തിനും താമസയോഗ്യമായിട്ടുള്ള ഈ വീടിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില 17.5 ലക്ഷം രൂപയാണ് കേട്ടോ. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. ആലത്തൂർ ഇരട്ടക്കുളത്തിനൊക്കെ അടുത്തായിട്ട് വരുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഹൈവേയിൽ നിന്ന്, നാഷണൽ ഹൈവേ 544 നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 100% അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിനൊക്കെ വീട് അന്വേഷിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് വാങ്ങിയാലൊന്ന് ജസ്റ്റ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ പണി മാത്രമേ നിങ്ങൾക്കുള്ളൂ. 100% ഉറപ്പ് തരാം. എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ച് ഉള്ളിൽ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം വിളിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരാം.